അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 3-ാം ക്ലാസ്സിലെ കുട്ടികളെ, ആദ്യത്തെ പരീക്ഷ പ്രാക്ടിക്കൽ, അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പരീക്ഷ 3-ാം ക്ലാസ്സുകാർക്ക് ഫിഖ്ഹാണ്. 1 മുതൽ 11 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. അതിൽ തന്നെ കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷമെടുത്ത പാഠങ്ങളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകും. 7-ാം പാഠം മുതൽ 11-ാം പാഠം വരെ. ഇൻഷാ അല്ലാഹ് 7 മുതലുള്ള പാഠങ്ങളുടെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വുളൂ മുറിയുന്ന കാര്യങ്ങൾ, ഇതാണ് 7-ാമത്തെ പാഠം. നമുക്കറിയാം വുളൂ മുറിയുന്ന കാര്യങ്ങൾ 4ആണ്. വുളൂ എന്ന് പറയുമ്പോൾ അതിൽ എത്ര അക്ഷരമുണ്ട്? വാവ്, ലോദ്, വാവ്, അംസ്, 4 അക്ഷരം. അപ്പോൾ വുളൂ മുറിയുന്ന കാര്യങ്ങളും 4. വുളൂയിലെ അക്ഷരങ്ങൾ 4, വുളൂ മുറിയുന്ന കാര്യങ്ങളും 4. അങ്ങനെ ഓർത്തു വെക്കുക. ഇനി 1-ാമത്തെ വുളൂ മുറിയുന്ന കാര്യം എന്താ? മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയല്ലാത്തത് പുറപ്പെടുക. 2, ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് പോലെയുള്ളവ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. ഉറക്കം തൂങ്ങിയാൽ വുളൂ മുറിയുകയില്ല. അപ്പോൾ ഉറങ്ങിയാൽ വുളൂ മുറിയും, ഭ്രാന്തായാൽ വുളൂ മുറിയും, ബോധം പോയാൽ വുളൂ മുറിയും, മത്ത് പോലെയുള്ളത് കൊണ്ടും വുളൂ മുറിയും. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങണം. അങ്ങനെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ വുളൂ മുറിയും. അത് ഓർത്തു വെക്കുക. അപ്പോൾ 2 കാര്യം പഠിച്ചു. 3-ാമത്തെ കാര്യം, മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക. സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ തൊടുക. മുൻകൈയിൻ്റെ പള്ള എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതുകൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക. അങ്ങനെ തൊട്ടാൽ എന്താകും? വുളൂ മുറിയും. വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുക. വലിയവരായിരിക്കണം, അന്യരായിരിക്കണം. അങ്ങനത്തെ ആളുകളുടെ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ, അപ്പോൾ ഒരാണും ആണും തൊലി തമ്മിൽ ചേർന്നാൽ വുളൂ മുറിയില്ല. ഒരു പെണ്ണും പെണ്ണും ചേർന്നാൽ വുളൂ മുറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ ശൈലി എന്ന് പറഞ്ഞാൽ ഓരോ പാഠത്തിന് ശേഷമുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൻ്റെ അതേ ശൈലിയിലാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരിക. അതുകൊണ്ട് ആ ചോദ്യങ്ങളുടെ ശൈലി നല്ലോണം മനസ്സിലാക്കുക. നമ്മൾ ചോദ്യോത്തരങ്ങളിലേക്ക് പോവാണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങളിവിടെ കാണാതെ പഠിക്കുക. പിന്നെ ഉറക്കം തൂങ്ങിയാൽ വുളൂ മുറിയില്ല എന്നുള്ള ആ വാചകം കാണാതെ പഠിക്കുക. പിന്നെ വുളൂ മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഫിഖ്ഹിനെ സംബന്ധിച്ചിടത്തോളം ഫിഖ് മനസ്സിലാക്കി പഠിക്കണം. വെറുതെ കാണാതെ പഠിച്ചിട്ടൊന്നും ഫിഖ് പരീക്ഷയിൽ ജയിക്കൂല, ഫുൾ മാർക്ക് ലഭിക്കൂല. അതുകൊണ്ട് നിങ്ങൾ ഫിഖ് മനസ്സിലാക്കുകയും വേണം, കാണാതെ പഠിക്കുകയും ചെയ്യണം. ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. നിസ്കാരത്തിനിടയിൽ വുളൂ മുറിഞ്ഞാൽ, ഒരാൾ നിസ്കരിക്കുന്നിടയിൽ വുളൂ മുറിഞ്ഞു എന്നാൽ എന്താ ചെയ്യേണ്ടത്? നിസ്കാരം പൂർത്തിയാക്കാം, വുളൂ ചെയ്ത് വീണ്ടും നിസ്കരിക്കാം. വുളൂ മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? നിസ്കാരത്തിന്റെ ഷർത്താണ് വുളൂ. അപ്പോൾ ഷർത്തില്ലാതെ നിസ്കരിക്കാൻ പറ്റൂല. അപ്പൊ നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റൂല. അപ്പൊ ഇതാണ് ശരി. വുളൂ ചെയ്ത് വീണ്ടും നിസ്കരിക്കണം. നിസ്കാരം പൂർത്തിയാക്കാം, വുളൂ ചെയ്ത് വീണ്ടും നിസ്കരിക്കാം. അപ്പൊ ഏതാ ശരി? ഇതാണ് ശരി. അടുത്ത ചോദ്യം, ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ നേരെ പോയി നിസ്കരിക്കും, വുളൂ ചെയ്തതിന് ശേഷം നിസ്കരിക്കും. എന്താണ്? വുളൂ ചെയ്തതിന് ശേഷം നിസ്കരിക്കും. അപ്പൊ ഇതുപോലെ വേറെ ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി പഠിക്കാം. ഇതുപോലെ വേറെ ചോദ്യങ്ങളും വരാം. അപ്പൊ എന്താണ്? മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം സ്പർശിച്ചു. അപ്പൊ വുളൂ എടുത്ത് കുഞ്ഞിനെ എടുത്തു. വുളൂ എടുത്തതിന് ശേഷം കുഞ്ഞിനെ എടുത്തു. കൈ എന്ത് ചെയ്തു? മുൻകൈയിന്റെ പള്ള കുട്ടിയുടെ ഗുഹ്യസ്ഥാനത്ത് സ്പർശിച്ചു. എന്നാൽ വുളൂ മുറിയോ? മുറിയും. അപ്പൊ വീണ്ടും നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും വുളൂ എടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വരാം. എന്താണ്? ഭാര്യ വുളൂ എടുത്ത് വന്ന് ഭർത്താവിനെ തൊട്ടു. വുളൂ മുറിയോ? മുറിയും. കാരണം എന്താ? അന്യ സ്ത്രീ പുരുഷന്മാരാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ തൊലി തമ്മിൽ ചേർന്നാൽ എന്താവും? വുളൂ മുറിയും. ഇനി ഇങ്ങനെ തരാം ചോദ്യം, നിസ്കാര കുപ്പായത്തിലുള്ള ഭാര്യയെ ഭർത്താവ് തൊട്ടു. അഥവാ നിസ്കാരത്ത് കുപ്പായത്തുമ്മലാണ് തൊട്ടത്, എവിടെ തൊട്ടിട്ടില്ല? മേലിൽ തൊട്ടില്ല, തൊലി തമ്മിൽ തട്ടിയിട്ടില്ല. അപ്പോൾ വുളൂ മുറിയോ? ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഫിഖ് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടാൻ കഴിയുള്ളൂ. ഇനി ഇവിടെ അതുപോലത്തെ ചോദ്യങ്ങൾ നോക്കാം. വുളൂ മുറിയുന്നവയും അല്ലാത്തവയും അടയാളപ്പെടുത്താനാണ്. ഇതാ ഈ പെട്ടിയിൽ വുളൂ മുറിയുന്ന കാര്യമാണെങ്കിൽ ഇവിടെ ടിക്കിടുക, വുളൂ മുറിയാത്ത കാര്യമാണെങ്കിൽ ഇവിടെ ടിക്കിടുക. 2-ൽ ടിക്കിടാൻ പാടുള്ളൂ. സഹോദരിയെ സ്പർശിച്ചാൽ, സഹോദരി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ പെങ്ങള്. നമ്മുടെ പെങ്ങളെ തൊട്ടാൽ വുളൂ മുറിയോ? മുറിയൂല. അതെന്താ മുറിയാത്ത? പെണ്ണല്ലേ? പെണ്ണാണ്, പക്ഷെ മുറിയൂല. എന്താ കാരണം? അത് അന്യരല്ല. അന്യർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് അന്യര്. അപ്പൊ നമ്മുടെ മൂത്താപ്പയുടെയോ എളാപ്പയുടെയോ മക്കള്, നമ്മുടെ ഉമ്മാന്റെ ഏട്ടത്തിന്റെ അനിയത്തിന്റെ മക്കള്, അതുപോലെ ഉപ്പാന്റെ ഏട്ടന്റെ അനിയന്റെ മക്കള്, അതുപോലെ ഉപ്പാന്റെ പെങ്ങളുടെ മക്കള്, ഇതൊക്കെ നമുക്ക് എന്താണ്? അന്യരാണ്. അവരെ തൊട്ടാൽ എന്താവും? ഇപ്പൊ നമ്മൾ സാധാരണ കസിൻ എന്ന് പറയലുണ്ട്. ഈ കസിനെ തൊട്ടാലൊക്കെ ഒളിവ് മുറിയും. കസിന എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല?
അത് തൊടാൻ പറ്റൂല. അങ്ങനെ തൊട്ടാൽ എന്താവും? വുളു മുറിയും. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ സഹോദരിയെ തൊട്ടാൽ വുളു മുറിയും ചോദിച്ചാൽ മുറിയില്ല, വുളു മുറിയില്ല. അടുത്തത്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്പർശിച്ചാൽ, ഭാര്യയും ഭർത്താവും അന്യരാണ്, അവർ തൊട്ടാൽ എന്താവും? വുളു മുറിയും. ഭാര്യയും ഭർത്താവും അന്യരായതുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ പറ്റിയത് അല്ലേ? അപ്പോൾ അന്യരായതുകൊണ്ടാണ് അവർ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മുടെ പെങ്ങളെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അത് അന്യരല്ല. എന്നാൽ ഭാര്യയും ഭർത്താവും അന്യരാണ്, അതുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ പറ്റിയത്. അപ്പോൾ ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ എന്താവും? വുളു മുറിയും. ഇതാണ് ശരി. അടുത്ത, ഗുഹ്യഭാഗങ്ങൾ ഗ്ലൗസ് ഉപയോഗിച്ച് തൊട്ടാൽ. എന്താ ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ? ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ എന്ത് ചെയ്തു? ഒരു കയ്യുറ ഇട്ടു, അല്ലെങ്കിൽ കയ്യിലൊരു തുണി ഇട്ടു, എന്നിട്ട് തൊട്ടു. എന്നാൽ വുളു മുറിയോ? ഇല്ല, മുറിയില്ല, വുളു മുറിയില്ല. അടുത്ത, മനിയ് പുറപ്പെട്ടാൽ. നമ്മൾ പഠിച്ചത് എന്താണ്? മനിയ് അല്ലാത്തത് പുറപ്പെട്ടാൽ. അപ്പം മനിയ് പുറപ്പെട്ട വുളു മുറിയോ? ഇല്ല, വുളു മുറിയില്ല. അടുത്ത്, തൂങ്ങി ഉറങ്ങിയാൽ. തൂങ്ങി ഉറങ്ങിയാൽ വുളു മുറിയില്ല, നമ്മൾ പഠിച്ചതാണ്. ആവി പിടിച്ചാൽ, ആവി പിടിച്ചാൽ വുളു മുറിയോ? ഇല്ല, വുളു മുറിയില്ല. വുളു എടുത്ത ശേഷം ഉറങ്ങിയാൽ, വുളു എടുത്ത ശേഷം ഉറങ്ങിയാൽ വുളു മുറിയും. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കണം. ഇനി ഇതിൽ തന്നെ വുളു മുറിയും മുറിയാത്തത് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോ വുളു എടുത്തതിന് ശേഷം ഉറങ്ങി, വുളു മുറിയല്ലേ? മുറിയും. അതുപോലെ ഭ്രാന്ത് ഉണ്ടായി, വുളു എടുത്തതിന് ശേഷം ഭ്രാന്ത് ഉണ്ടായി, വുളു മുറിയല്ലേ? മുറിയും. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി. അല്ലെങ്കിൽ വുളു എടുത്തതിന് ശേഷം തൂങ്ങി ഉറങ്ങി, അങ്ങനെ ചോദ്യം വന്നാൽ എന്ത് ചെയ്യുക? വുളു എടുത്തതിന് ശേഷം തൂങ്ങി ഉറങ്ങി, മുറിയോ? മുറിയില്ല. പിന്നെന്താണ്? വസ്ത്രത്തിൽ തൊട്ടു, അല്ലെങ്കിൽ മുടിയിൽ തൊട്ടു, അപ്പോൾ വുളു മുറിയില്ല. തൊലി തമ്മിൽ ചേരണം, തൊലി തമ്മിൽ ചേർന്ന് നഖത്തിൽ തൊട്ടാൽ എന്താവൂല? വുളു മുറിയില്ല. പല്ലിൽ തൊട്ടാൽ വുളു മുറിയില്ല. അതുപോലെ മുടിയിൽ തൊട്ടാൽ വുളു മുറിയില്ല. അപ്പോൾ ഒരു പുരുഷൻ എന്ത് ചെയ്തു? ഒരു സ്ത്രീയുടെ മുടിയിൽ തൊട്ടു, വുളു എടുത്ത് വന്നിട്ട് മുടിയിൽ തൊട്ടു, വുളു മുറിയില്ല. മനസ്സിലായല്ലോ? അടുത്ത്, മുങ്കയ്യന്റെ പള്ള എന്താ? അതൊക്കെ മനസ്സിലാക്കാനാണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണമെന്ന് വീണ്ടും വീണ്ടും പറയാണ്. ചോദ്യോത്തരങ്ങൾ നല്ലോണം മനസ്സിലാക്കി പഠിക്കുക. അടുത്ത, വിസർജന മര്യാദകൾ. ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത് ഒരു 4 വിസർജന മര്യാദകൾ നമ്മൾ പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? ഖുർആൻ, ദിക്ർ പോലെ ആദരിക്കപ്പെടുന്നവ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുക. അപ്പൊ ഖുർആൻ പോലത്തെ, ദിക്ർ പോലത്തെ ഒഴിവാക്കണം. പിന്നെ പാദരക്ഷ ധരിക്കുക, തലമറക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പമുള്ള ഷോർട്ടായ ചെറുത് പഠിച്ചാൽ മതി. ഇതെടുത്തോളൂ. പാദരക്ഷ പാദരക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ചെരുപ്പ്. അപ്പൊ പാദരക്ഷ ധരിക്കുക. പാദരക്ഷന്റെ സ്പെല്ലിംഗ് നോക്കുക, ധരിക്കുക, അതിന്റെ അക്ഷരങ്ങൾ നോക്കുക. ധരിക്കുക ഒരുപാട് ഹാവാണം കേട്ടോ. പാദരക്ഷ ധരിക്കുക, തല മറക്കുക. പിന്നെ വിസർജന സ്ഥലത്തേക്ക് ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഏത് കാല പ്രവേശിക്കുമ്പോൾ വെക്കേണ്ടത്? ഇടതുകാൽ. ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇടതുകാൽ, ടോയ്ലറ്റ് പുറത്തേക്ക് വരുമ്പോഴോ വലതുകാല്. അപ്പൊ നേരത്തെ കയറുമ്പോൾ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇറങ്ങുമ്പോൾ. അപ്പൊ കയറുമ്പോൾ ഇടതുകാലാണെങ്കിൽ ഇറങ്ങുമ്പോൾ വലതുകാല്. അപ്പൊ വിസർജന സ്ഥലത്തേക്ക് ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക. പിന്നെ ഇത് നിർബന്ധമായും പഠിക്കുക, ഇത് പൂരിപ്പിക്കാൻ വരും. ബിസ്മില്ല, അതായത് ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ എന്താ ചെല്ലേണ്ടത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. ഈ 1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 കണ്ടോ? എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവെ തീർച്ചയായും ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. ഇത് പഠിക്കണമെന്നില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കുറവാണ്, അങ്ങനെ വരാൻ സാധ്യത ഇല്ല, അതുകൊണ്ടായിരിക്കും ചെറുതാക്കി കൊടുത്തത്. ഏതായാലും ഇതിന് എന്തായാലും നിങ്ങൾ പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് വരാൻ 100% സാധ്യത ഉണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. പഠിച്ചില്ലേ? അടുത്തത്, വിസർജന സമയത്ത് സംസാരിക്കാതിരിക്കുക. ഓർത്തു വെക്കുക, വിസർജന സമയത്ത് കക്കൂസ് പോയാൽ എന്ത് ചെയ്യാൻ പാടില്ല? സംസാരിക്കാൻ പാടില്ല. കാരണമില്ലാതെ നിന്ന് മൂത്രിക്കാതിരിക്കുക. വലതുകാൽ വെച്ച് പുറത്തിറങ്ങുക. പുറത്തിറങ്ങിയ ശേഷം എന്താ ചെല്ലേണ്ടത്? ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനി. അദ്ഹബ അന്നിയൽ അദാ വആഫാനി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ്? ഇതാ, പാദരക്ഷ ധരിക്കുക. ഒന്നായില്ലേ? തല മറക്കുക, അതെടുത്തോളൂ. പിന്നെ വിസർജന സമയത്ത് സംസാരിക്കാതിരിക്കുക, അത് നമുക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ വലതുകാൽ വെച്ച് പുറത്തിറങ്ങുക, അതൊക്കെ നമുക്ക് ഓർമ്മ. അപ്പോൾ ഓർമ്മ ഉള്ള 4 നമ്മൾ എടുത്തു വെച്ചോളൂ. ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക, വലതുകാൽ വെച്ച് പുറത്തിറങ്ങുക. 2 അവിടെ തന്നെ ആയില്ലേ? തല മറക്കുക. 3 പാദരക്ഷ ധരിക്കുക. 4 ആണ്ടാ. എത്ര എളുപ്പമുണ്ട് പഠിക്കാൻ. അപ്പൊ എളുപ്പമുള്ള 3 പഠിക്കുക, 4 പഠിക്കുക. അടുത്തത്, ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്തത്, മറ. ഇത് നിർബന്ധമായി കാണാതെ പഠിക്കുക. അതായത് ഒരു മറ ഇല്ലാതെ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും മൂത്രിക്കലും കാഷ്ടിക്കാനും പറ്റൂല. അതായത് നമ്മൾ കിബില എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല, നിസ്കരിക്കുന്നത് ഏത് ഭാഗത്തേക്കാണോ അതാണ് കിബില. അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞ് മൂത്രയിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങോട്ട് തിരിഞ്ഞ് കാഷ്ടിക്കാൻ പറ്റുമോ? ഇല്ല. അതാ പറയണേ. മറ കൂടാതെ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല. വിസർജനം പാടില്ല.
അപ്പോൾ ഇവിടെ പൂരിപ്പിക്കാൻ വരും എങ്ങനെ? മറ കൂടാതെ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജന ഡാഷ് എന്താ പാടില്ല. ഈ തെറ്റ് തിരുത്താൻ വരും. എങ്ങനെ തെറ്റ് തിരുത്താൻ? മറ കൂടാതെ, മറയോട് കൂടി കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല എന്ന് വരും. അപ്പോൾ തെറ്റാണ്. പിന്നെന്താ? മറ കൂടാതെയാണ്. അതുപോലെ മറ കൂടാതെ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടുണ്ട്, അത് തെറ്റാണ്. എന്താണ്? പാടില്ല എന്നാണ്. അപ്പം അങ്ങനെയൊക്കെ തെറ്റിതിരുത്താനും വരും. അടുത്ത് മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മലിനമായ നനവുള്ള ഏതു വസ്തു പുറപ്പെട്ടാലും ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. മനസ്സിലായില്ല? മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മലിനമായ, എന്താ മലിനമായ പറഞ്ഞാൽ വെടക്കായത്, നനവുള്ള ഏത് വസ്തു പുറപ്പെട്ടാലും ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ ചോദ്യം വരും, ശുദ്ധിയാക്കൽ സുന്നത്താണ്? അല്ല, ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. നനവുള്ള ഏത് വസ്തു വന്നാലും ശുദ്ധിയാക്കൽ എന്താണ്? നിർബന്ധമാണ്. ഏതിലൂടെ? മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി. മൂത്രയിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ കാഷ്ടിക്കുന്ന ദ്വാരത്തിലൂടെയോ നനവുള്ള ഏത് വസ്തു വന്നാലും എന്താക്കണം? ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. ശുദ്ധിയാക്കൽ സുന്നത്താണെന്ന് വന്നാൽ തെറ്റാണ്. അതുപോലെ മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി നനവുള്ള ഏത് വസ്തു പുറപ്പെട്ടാലും ശുദ്ധിയാക്കൽ നിർബന്ധമില്ല, അതും തെറ്റാണ്. എന്താണ്? ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. അപ്പൊ തെറ്റ് തിരുത്താനും വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും നിങ്ങൾ കാണാതെ പഠിക്കും ചെയ്യണം, മനസ്സിലാക്കി പഠിക്കും ചെയ്യണം. ഇനി ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കും മുമ്പ് ചെല്ലേണ്ടത്, ടോയ്ലറ്റിന് പുറത്തിറങ്ങിയാൽ വന്ന് ചെയ്യണം. ആ രണ്ട് ദിക്റും നിർബന്ധമായും പഠിക്കുക അത്രേ പറയാനുള്ളൂ. നിങ്ങൾ കാണാതെ പഠിക്കാൻ വേണം. അടുത്ത മൂത്രിക്കുന്ന സമയത്ത് സംസാരിക്കൽ ശരിയോ തെറ്റോ? തെറ്റ്, സംസാരിക്കാൻ പാടില്ല. പിന്നെ മൂത്രപ്പുരയിലേക്ക് ഇടതുകാൽ വെച്ച് കയറൽ, അത് ശരിയാണ്, ഇടതുകാൽ വെച്ച് കയറണം. കാരണം കൂടാതെ നിന്ന് മൂത്രിക്കൽ, അത് പാടില്ല, തെറ്റാണ്. മൂത്രപ്പുരയിൽ നിന്ന് ഇടതുകാൽ വെച്ച് ഇറങ്ങൽ, അതും തെറ്റാണ്. മൂത്രപ്പുരയിൽ നിന്ന് വലതുകാൽ വെച്ചാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ വിസർജന മര്യാദകൾ 4 പഠിക്കുക. തെറ്റ് ശരിയാക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ 2 ദിക്ർ പഠിക്കുക. അതോടുകൂടി ഈ പാഠം കഴിഞ്ഞ് നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. പാഠം 9, ഔറത്ത് മറക്കൽ. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഫിഖ് ചോദ്യപേപ്പറിന്റെ അവസാനം എന്താണെന്ന് അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. 3 മാർക്കിന് 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ. അതായത് ഇപ്പോൾ ഉദാഹരണം പറയാം, നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്നാൽ എന്ത്, അങ്ങനെ ചോദ്യം വരും. അതുപോലെ ഇവിടെ ചോദ്യം വരുന്ന ഒരു ചോദ്യമാണ് ഔറത്ത് എന്നാൽ എന്ത്. എന്താണ് ഔറത്ത്? മറക്കൽ നിർബന്ധമായ ശരീരഭാഗങ്ങൾക്കാണ് ഔറത്ത് എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് ഔറത്ത് പറയാം. എന്താ അതിന്റെ പ്രത്യേകത? അവിടെ മറക്കൽ നിർബന്ധം, തുറന്നിടാൻ പാടില്ല. അങ്ങനത്തെ സ്ഥലത്തിനാണ്, നമ്മുടെ ശരീരത്തിൽ അങ്ങനത്തെ സ്ഥലത്തിനാണ് എന്ത് പറയുക? ഔറത്ത് എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്, ഔറത്ത് എന്നാൽ എന്ത്? എന്തായാലും വരാൻ സാധ്യത കൂടുതലാണ്. ചോദ്യപേപ്പറിന്റെ അവസാനം അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താ? മറക്കൽ നിർബന്ധമായ ശരീരഭാഗങ്ങൾക്കാണ് ഔറത്ത് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? ഓർത്തു വെക്കുക, മറക്കൽ നിർബന്ധമായ ശരീരഭാഗങ്ങൾക്കാണ് ഔറത്ത് എന്ന് പറയുന്നത്. പഠിച്ചില്ലേ? ഓക്കെ. ഇനി പുരുഷന്റെ ഔറത്ത്, സ്ത്രീയുടെ ഔറത്ത്, ഇത് രണ്ടും പഠിച്ചു വെക്കണം. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമുക്ക് തൊഹൂർ ത്വാഹിർ എന്താണ് വിശദീകരിക്കാൻ വന്നു, അല്ലെ തൊഹൂർ ത്വാഹിറിന് ഉദാഹരണം ഇതാൻ വന്നു, അല്ലെ? അതുപോലെ ഇവിടെ പുരുഷന്റെ ഔറത്തും സ്ത്രീയുടെ ഔറത്തും 2 ജോഡിയായിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് പുരുഷന്റെ ഔറത്ത് എന്താണ്? വളരെ സിമ്പിളാണ്. എന്താ? നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും. ആണുങ്ങൾക്ക് നിസ്കാരത്തിലും അല്ലാത്തപ്പോഴൊക്കെ ഒറ്റ ഔറത്തേ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് 2 ഔറത്തുണ്ട്. എന്താ? നിസ്കാരത്തിലല്ലാത്തപ്പോഴും മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലമാണ്, മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള സ്ഥലം, അതാണ് പുരുഷന്റെ ഔറത്ത്. എപ്പോ? നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും. ഇനി ഇവിടെ തെറ്റിതിരുത്താൻ വരാം. എങ്ങനെ? നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും സ്ത്രീയുടെ ഔറത്ത് മുട്ടുപൊക്കിളിന്റെ ഇടയിലാണ്. തെറ്റ്. ആരുടെ ഔറത്താണ്? പുരുഷന്റെ ഔറത്താണ്. ഇനി പുരുഷന്റെ ഔറത്ത് നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം അല്ലാത്തതാണ്, അതും തെറ്റാണ്. മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലമാണ്. ഇനി ഇങ്ങനെ വരും, പുരുഷൻ തല മറക്കേണ്ടതില്ല, അല്ലെങ്കിൽ പുരുഷന്റെ തല ഔറത്തല്ല എന്ന് വന്നു. അത് ശരിയോ തെറ്റോ? ശരിയാണ്. പുരുഷന്റെ തല ഔറത്താണോ? അല്ല. അടുത്തത്, അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞില്ലേ? തെറ്റിതിരുത്താൻ പറ്റുന്നത് ശ്രദ്ധിക്കണം. അടുത്ത്, ഇറുകിയ വസ്ത്രം. എന്താ ഇറുകിയ പറഞ്ഞാൽ? ഇടുങ്ങിയ വസ്ത്രം, അല്ലെ? ധരിക്കൽ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇത് പൂരിപ്പിക്കാനാ വരും. ഇടുങ്ങിയ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്. ഇറുകിയ വസ്ത്രം ധരിക്കൽ ഡാഷ് എന്താ? ഒഴിവാക്കേണ്ടതാണ്. എങ്ങനെ ഒഴിവാക്കാന്ന് എഴുതിക്കോ, സ്പെല്ലിങ് മനസ്സിലാക്കിക്കോട്ടോ. ഒഴിവാക്കേണ്ടതാണ്. അടുത്തത്, പുരുഷൻ പട്ട് ധരിക്കൽ ഹറാമാണ്. ഇത് നിർബന്ധമായും കാണാതെ ചൊല്ലി പഠിക്കുക. പുരുഷൻ പട്ട് ധരിക്കൽ ഹറാമ്, പുരുഷൻ പട്ട് ധരിക്കൽ ഹറാം, പുരുഷൻ പട്ട് ധരിക്കൽ ഹറാമ്. പഠിച്ചില്ലേ? പുരുഷൻ പട്ട് ധരിക്കൽ ഹറാമ്. ഇവിടെ 2 പൂണ്ടല്ലേ, ഒന്ന് പൂ ഒന്ന് പാ. അപ്പൊ പുരുഷൻ പട്ട് ധരിക്കൽ ഹറാമ്, സുന്നത്ത്, വാജിബ്, കറാത്ത്. ഏതാ? ഹറാമ് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്താ കുറ്റം കിട്ടും, ചെയ്യാൻ പറ്റൂല. പുരുഷന് പട്ട് ധരിക്കാൻ പറ്റൂല. മറ്റൊന്നുമില്ലെങ്കിൽ അത് ധരിക്കാം,
അത് വേറെ ഒരു വസ്ത്രമല്ല. എന്നാൽ എന്ത് ചെയ്യുക, ആ പട്ട് ധരിക്കാം. അല്ലെങ്കിൽ പട്ട് വസ്ത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, ധരിക്കാൻ പറ്റില്ല. പട്ട് സാരിയൊക്കെ കേട്ടില്ല നിങ്ങൾ, അതാണ് ഈ പട്ട് വസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ പട്ട് ധരിക്കൽ എന്താണ്, ഹറാമാണ്, ആണുങ്ങൾക്ക് പറ്റൂല. അത് നിങ്ങൾ കാണാതെ പഠിക്കുക. അത് പൂരിപ്പിക്കാൻ വരാം, തെറ്റിതിരുത്താൻ വരാം, അങ്ങനെ പലതിനും വരാം. അടുത്തത്, നിസ്കരിക്കുന്നവന് നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെ തെറ്റിതിരുത്താൻ വരും. എങ്ങനെ, നിസ്കരിക്കുന്നതിന് നല്ല വസ്ത്രം ധരിക്കൽ നിർബന്ധമാണ്, ശരിയല്ല. എന്താ വേണ്ടി, സുന്നത്താണ്. അല്ലെങ്കിൽ നിസ്കരിക്കുന്നവന് ഡാഷ് ധരിക്കൽ സുന്നത്താണ്. എന്താ, നല്ല വസ്ത്രം, നല്ല വസ്ത്രം, നല്ല വസ്ത്രം, നല്ല വസ്ത്രം. അപ്പൊ ഇത് നിങ്ങൾ അതുപോലെ കാണാൻ പഠിക്കുക. നിസ്കരിക്കുന്നവന് ഏത് വസ്ത്രം ധരിക്കൽ സുന്നത്ത്, നല്ല വൃത്തിയുള്ള വസ്ത്രം. അടുത്തത്, സ്ത്രീയുടെ ഔറത്ത്. സ്ത്രീയുടെ ഔറത്ത്, അപ്പോൾ പുരുഷന്റെ ഔറത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിസ്കാരത്തിൽ അല്ലാത്തപ്പോഴും ഒക്കെ ഒരേ ഔറത്താണ്. ഇനി സ്ത്രീയുടെ ഔറത്ത്, നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ളവയാണ്. അഥവാ മുഖം മറക്കണ്ട. നിസ്കരിക്കുമ്പോൾ നിങ്ങൾ നിസ്കാര കുപ്പായം കണ്ടിട്ടില്ലേ, മുഖം മറക്കലുണ്ടോ? നമ്മൾ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇടുന്ന നിക്കാബ് നിസ്കാര കുപ്പായത്തിനുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ മുഖം മറക്കണ്ട. പിന്നെ മുൻകൈയും, മുൻകൈ എന്ന് പറഞ്ഞാൽ ഈ കൈ അല്ലേ, അപ്പൊ അതും മറക്കണ്ട. അപ്പൊ മുഖവും മുൻകൈയും ഒഴികെയുള്ളതാണ് നിസ്കാരത്തിൽ. അപ്പൊ അത് പഠിച്ചു. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് എന്തെന്ന് ചോദിച്ചാൽ മുഖവും മുൻകൈയും ഒഴികെയുള്ളവ, മുഖവും മുൻകൈയും ഒഴികെയുള്ളവ. അടുത്ത, അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ സ്ത്രീ ശരീരം മുഴുവൻ മറക്കേണ്ടതാണ്. ചോദ്യതാണ്, സ്ത്രീ അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിലെ ഔറത്ത് ഏതാണ്, ശരീരം മുഴുവനും മറക്കേണ്ടതാണ്. അപ്പോൾ ഇത് തെറ്റിതിരുത്താൻ വരും. എങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞുതരാം. നിസ്കാരത്തിൽ ഔറത്ത് ഇവിടെ കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും, അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ളവയാണ്. ശരിയാണോ? അല്ല അല്ല അല്ല. എന്താണ്, ശരീരം മുഴുവനും, കംപ്ലീറ്റ് ബോഡി, ഹോൾ ബോഡി, ശരീരം മുഴുവൻ എന്ത് ചെയ്യണം, മറക്കണം. ആർക്ക്? സ്ത്രീകൾക്ക്. എവിടെ? അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ. സാന്നിധ്യത്തിൽ എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാരുണ്ടാകുമ്പോൾ. അടുത്തത്, ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് കറാഹത്താണ്. ഇറുകിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ വസ്ത്രം. നേരത്തെ നമ്മൾ പഠിച്ചു ഇറുകിയ വസ്ത്രം ധരിക്കൽ ഒഴിവാക്കേണ്ടതാണ്. ഇവിടെ ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് കറാഹത്താണ്. ഈ വിധി നല്ലോണം പഠിച്ചു വെക്കണം. കറാഹത്ത് കറാഹത്ത് അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ തരും. എന്താ, ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് കറാഹത്ത്, വാജിബ്, ഹറാമ്, സുന്നത്ത്. ഏതാ ശരി? കറാഹത്താണ് ശരി. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് എന്താണ്, കറാഹത്താണ്. കറാഹത്ത് കറാഹത്ത്. അടുത്തത് ചോദ്യത്തിന് നമ്മൾ നോക്കാൻ പോവാണ്. എന്താ, ശരി തെറ്റുകൾ അടയാളപ്പെടുത്താനാ. അവൾ ഇറുകിയ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്നു. ഇറുകിയ വസ്ത്രം ധരിക്കൽ കറാഹത്തല്ലേ, അപ്പൊ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, അപ്പൊ അത് തെറ്റാണ്. അടുത്ത, അവൾ ശരീരം മുഴുവൻ മറച്ച് പുറത്തിറങ്ങുന്നു. അത് ശരിയാണ്. അവൾ അന്യപുരുഷന് മുമ്പിൽ മുഖം മറക്കാതെ നിൽക്കുന്നു. അത് തെറ്റാണ്, മുഖം മറക്കണം. അടുത്ത, യോജിച്ച നമ്പർ ഇടുക. സ്ത്രീ ഇറുകിയ വസ്ത്രം ധരിക്കൽ. കണ്ടോ, ഞാൻ പറഞ്ഞ ചോദ്യം കണ്ടോ? സുന്നത്ത്, കറാഹത്ത്, ഹറാം. ഏതാ? സ്ത്രീ ഇറുകിയ വസ്ത്രം ധരിക്കൽ 3ആണ്, അല്ല 2ആണ്, കറാഹത്ത് അല്ലെ. അടുത്തത്, പുരുഷൻ പട്ട് ധരിക്കൽ. പുരുഷൻ പട്ട് ധരിക്കൽ എന്താണ്? ഹറാം. അത് ഇവിടെ 3 കൊടുക്കണം, 3. അടുത്ത, പുരുഷൻ തലമറക്കൽ എന്താണ്? സുന്നത്താണ്. സ്ത്രീ തലമറക്കലോ വാജിബാണ് കേട്ടോ, അത് പഠിച്ചു വെക്കുക. അടുത്ത, പുരുഷന്റെ ഔറത്ത്. ഞാൻ പറഞ്ഞില്ലേ, കാണാതെ പഠിച്ചാൽ മതിയാവും. നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മുട്ടുപുക്കളിന്റെ ഇടയിൽ. നിസ്കാരത്തിലെ സ്ത്രീയുടെ ഔറത്ത് എന്താ? മുഖവും മുൻകൈയും അല്ലാത്ത. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ മുഖവും മുൻകൈയും എഴുതുക എന്ന് ശ്രദ്ധിക്കണം. മുഖവും മുൻകൈയും ഒഴികെയുള്ളവ. ഒഴികെ എങ്ങനെ നോക്കുക. പഠിച്ചു കഴിഞ്ഞു. അടുത്ത നമ്മൾ 10ാമത്തെ പാഠത്തിലേക്ക് പോകും. നിസ്കാരത്തിന്റെ സമയങ്ങൾ. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്ന് ഉറപ്പിച്ച് കരുതുകയോ വേണം. അതായത് ഇപ്പൊ ബാങ്ക് വിളിച്ചാൽ സമയമായി നമ്മൾ മനസ്സിലാക്കും അല്ലെ. ആ സമയമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഉടനെ നിസ്കരിക്കണം. അല്ലെങ്കിലോ സമയം കഴിയുന്നതിന് മുമ്പ്, അടുത്ത ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന ഒരു ഉറപ്പ് വേണം. കഴിയുമെന്ന് നിസ്കരിക്കുമെന്ന് ഉറപ്പിച്ച് കരുതണം. 2 കാര്യം നമ്മളവിടെ ചെയ്യണം കേട്ടോ. ഇനി അതവിടെ മനസ്സിലാക്കുക. അടുത്ത, ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് കർമ്മങ്ങളിലും ഏറ്റവും ഉത്തമമായതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇത് എന്തായാലും പരീക്ഷയ്ക്ക് വരും. ഇതെങ്ങനെ പരീക്ഷയ്ക്ക് വരിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? എന്താ? ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത്. അപ്പൊ ചോദ്യം ഇതാണ്, കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ഏത്? എന്താ? ആദ്യ സമയത്ത് നിസ്കരിക്കൽ. ആദ്യ സമയത്ത് നിസ്കരിക്കൽ. അടുത്തത്, ഡേഷ് സമയത്ത് നിസ്കരിക്കലാണ് കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത്. എന്താ? ആദ്യ സമയത്ത് നിസ്കരിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞു. ഇനി ഓരോ നിസ്കാരത്തിന്റെ സമയങ്ങളാണ്. കുറച്ച് ടഫ് ഉണ്ടാവും ഇത് പഠിക്കാൻ. ഇത് ഇതുപോലെ കാണാതെ പഠിക്കേണ്ടി വരും. ളുഹ്ർ നിസ്കാരം. സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ
ഒരു വസ്തുവിൻ്റെ നിഴൽ മധ്യാഹ്ന നിഴൽ ഒഴിച്ച് അതിൻ്റെ അത്ര ആകുന്നത് വരെ. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഇതുപോലെ കാണാതെ പഠിക്കുക. സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ, മദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ, ഇപ്പം സൂര്യൻ ഇവിടുന്ന് ഉദിക്കുക, ഇവിടുന്ന് ഇങ്ങനെ ഉദിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് പോയി ഇവിടെ അസ്തമിക്കും. മദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കും. അപ്പോൾ സൂര്യൻ ഇവിടെ നിൽക്കുക. മധ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ, ഇവിടുന്ന് നീങ്ങിയത് മുതൽ ഒരു വസ്തുവിൻ്റെ നിഴൽ മധ്യാഹ്ന നിഴൽ ഒഴിച്ച് അതിൻ്റെ അത്ര ആകുന്നത് വരെ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ അത്ര ആവണം. ഏത് നിഴൽ? ഈ മധ്യസമയത്തുള്ള നിഴൽ കഴിച്ച് ബാക്കിയുള്ള സമയം. ഇത് എന്താ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ ളുഹർ നിസ്കരിക്കാൻ എപ്പോഴാ? പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ. പക്ഷെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കേണ്ട സമയം എപ്പോഴാ? അത് നിങ്ങൾ പറയും ഉസ്താദ് ക്ലോക്ക് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അല്ല, അതിനൊക്കെ ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലോക്കിൽ സെറ്റ് ചെയ്യാണ്. മനസ്സിലായോ? അപ്പോൾ നിസ്കരിക്കേണ്ട സമയം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ളുഹർ നിസ്കരിക്കേണ്ട സമയം എപ്പോഴാണ്, അസ്ർ നിസ്കരിക്കേണ്ട എല്ലാത്തിനും സമയം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് പഠിപ്പിച്ചത് 1 മണി 2 മണി 3 മണി അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ സൂര്യൻ്റെ നിഴൽ നോക്കിയിട്ടാണ് സമയം പഠിപ്പിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പള്ളിയിൽ ഉസ്താദ് ബാങ്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ നിസ്കരിക്കൽ എങ്ങനെയാണ്? പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ടാണ്. പക്ഷെ പള്ളിയിൽ ബാങ്ക് കൊടുക്കേണ്ടത് ഏത് നോക്കിയിട്ടാണ്? ഇത് നോക്കിയിട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയ എന്താണ്? ബാങ്ക് കൊടുക്കുന്നത് ഏത് നോക്കിയിട്ടാണ്? ഉസ്താദ് ക്ലോക്ക് നോക്കിയിട്ടാണ്. പക്ഷെ ക്ലോക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ക്ലോക്ക് ക്ലോക്കിൽ ബാങ്ക് സമയം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ രീതിക്കാണ്. അപ്പോൾ ഇവിടെ പഠിക്കുക, സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ ഒരു വസ്തുവിൻ്റെ നിഴൽ മധ്യാഹ്ന നിഴൽ ഒഴിച്ച് അതിൻ്റെ അത്ര ആകുന്നത് വരെ. ളുഹറിൻ്റെ സമയം. അടുത്ത അസ്ർ. ളുഹറിൻ്റെ സമയം കഴിച്ചത് മുതൽ, എളുപ്പമുണ്ട്. ളുഹറിൻ്റെ സമയം കഴിഞ്ഞത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. ഇത് എളുപ്പമുണ്ട് പഠിക്കാൻ, അല്ലേ? ളുഹറിൻ്റെ ഇവിടെ എന്ത് ചെയ്താൽ മതി? ളുഹറിൻ്റെ സമയം കഴിഞ്ഞത് മുതൽ, ളുഹർ കഴിഞ്ഞിട്ടല്ല അസർ. അപ്പോൾ അസറിൻ്റെ സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ളുഹറിൻ്റെ സമയം കഴിഞ്ഞത് മുതൽ സൂര്യ അസ്തമിക്കുന്നവരെ. നമുക്കറിയാലോ, മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ സൂര്യ അസ്തമിക്കും. അപ്പോൾ സൂര്യ അസ്തമിക്കുന്നവരെ അസറിൻ്റെ സമയം. അപ്പോൾ അസർ പഠിക്കാൻ എളുപ്പമുണ്ട്. അടുത്ത് മഗ്രിബ്. സൂര്യ അസ്തമിച്ചില്ലേ? നേരത്തെ സൂര്യ അസ്തമിച്ചല്ലോ. ഇനി സൂര്യ അസ്തമിച്ചത് മുതൽ ചുവന്ന ശോഭ മായുന്നത് വരെ. ഇതാണ് ഇവിടെ പഠിക്കാനുള്ളത്. ചുവന്ന ശോഭ. ചുവന്ന ശോഭ പറഞ്ഞാൽ ആകാശത്തൊരു ചുവപ്പ് കളർ വരും, രാത്രി നോക്കൊണ്ടു. അതാണ് എന്ത്? ചുവന്ന ശോഭ. അപ്പൊ സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുവന്ന ശോഭ മായുന്നത് വരെയാണ് അതിന്റെ സമയം. ഇനി അടുത്ത് നമുക്ക് ഇശാഇന്റെ സമയം പഠിക്കാം. മഗ്രിബ് ഇശാഇന്റെ സമയം എളുപ്പമുണ്ട്. എന്താ? മഗ്രിബിന്റെ സമയം കഴിഞ്ഞത് മുതൽ ഫജ്ർ സ്വാദിഖ് ഒളിവാകും. ഇവിടെ പഠിക്കാനുള്ള വാക്ക് ഫജ്ർ സ്വാദിഖ് ഒളിവാകും വരെ. ഇവിടെ ഇശാഇന്റെ സമയം പറയുമ്പോൾ മഗ്രിബിന്റെ സമയം കഴിഞ്ഞത് മുതൽ. അടുത്ത് സുബഹ്. ഫജ്ർ സ്വാദിഖ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. അപ്പോൾ ഇതിന്റെ അവസാനങ്ങൾ മനസ്സിലാക്കുക. സുബൈന്റെ അവസാനം എപ്പോഴാണ്? സൂര്യ ഉദിച്ച സുബൈന്റെ സമയം കഴിയും കേട്ടോ. ളുഹർ വരെ സുബൈന്റെ സമയമല്ല. ചില കുട്ടികൾ അങ്ങനെ മനസ്സിലാക്കി, സുബൈ നിസ്കാരം ളുഹർ വരെ നിസ്കരിക്കുക. അങ്ങനെയല്ല. ഈ സമയം കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം എന്തായി? അതിന്റെ സമയം കഴിഞ്ഞു. നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു. ഇപ്പം നമ്മൾ പറയില്ലേ, സ്കൂളിൽ ബെല്ലടിക്കുന്ന 9:30-ക്കാണ്. ഒരാൾ 10 മണിക്ക് എത്തി, എന്തായി? അവൻ ലേറ്റ് ആയിട്ടാണ് വന്നത്, അല്ലേ? അവൻ കറക്റ്റ് 9:30-ക്ക് എത്തിയോ? ഇല്ല. അപ്പോൾ അതുപോലെയാണ് ഇവിടെ നിസ്കാരത്തിനൊരു സമയം നിശ്ചയിച്ച് ആ സമയം കഴിഞ്ഞാൽ പിന്നെന്തായി? അതിന്റെ സമയം ഔട്ടായി. പിന്നെ ആ നിസ്കാരം ഖളാ ആയി. അപ്പൊ ഇവിടെ സുബൈ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ് അവസാനിക്കുക? സൂര്യ ഉദിക്കുന്നത് വരെ. ഇശാഇന്റെ സമയം എപ്പോഴാണ് അവസാനിക്കുക? ഫജ്ർ സ്വാദിഖ് വെളിവാകുന്നത് വരെ. അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മഗ്രിബിന്റെ സമയം അവസാനിക്കൽ ചുവന്ന ശോഭ മായുന്നത് വരെ. അസറിന്റെ സമയം അവസാനിക്കൽ സൂര്യ അസ്തമിക്കുന്നത് വരെ. അപ്പൊ അസറിന്റെ സമയം പഠിക്കാൻ എളുപ്പമുണ്ട്. എന്താ? സൂര്യ അസ്തമിക്കുന്നവരെ. സുബൈന്റെ സമയം പഠിക്കാൻ എളുപ്പമുണ്ട്. കട എപ്പോഴാ? സൂര്യ ഉദിക്കുന്നവരെ. സുബൈ എപ്പോഴാ ഖളാവുക? അല്ലെങ്കിൽ സുബൈന്റെ സമയം എപ്പോഴാണ് അവസാനിക്കുക? സൂര്യ ഉദിക്കുമ്പോൾ. ടിക് ടിക് പഠിച്ചില്ലേ? എന്നാൽ അസറിന്റെ സമയം എപ്പോഴാണ് അവസാനിക്കുക? സൂര്യ അസ്തമിക്കുമ്പോൾ. അപ്പൊ അസറും സുബൈയും പഠിക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ. പിന്നെ മറ്റേ നിസ്കാരത്തിന്റെ പേര് കൂട്ടിയിട്ട് പഠിക്കാനുള്ളത് അസറിൽ എന്താ? ളുഹറിന്റെ സമയം കഴിഞ്ഞത് മുതൽ, അല്ലേ? പിന്നെ മഗ്രിബിലെ പറ്റൂല, ഇശായിൽ പറ്റും. എന്താ? ഇശായിൽ എങ്ങനെ? മഗ്രിബിന്റെ സമയം കഴിഞ്ഞത് മുതൽ ഫജ്ർ സ്വാദിഖ് ഒളിവാകും വരെ. പിന്നെ സുബൈയില ഫജ്ർ സ്വാദിഖ് മുതൽ സൂര്യ ഉദിക്കുന്നത് വരെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിൽ നോക്കാം. ഇതുപോലെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം വരും കേട്ടോ. ഇശാ സൂര്യൻ ഉദിക്കും മുമ്പ് ആണോ? ഇശാ സൂര്യ ഉദിക്കും മുമ്പാണോ? സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് ഏത് നിസ്കാരമാണ്? സുബഹ് ആണ്, അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി സുബഹ്. അടുത്തത് സൂര്യൻ അസ്തമിച്ച ഉടനെ ഏത് നിസ്കാര? മഗ്രിബ്. അടുത്തത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിസ്കരിക്കുക. അസ്തമിച്ചാൽ പറ്റൂല, അതേതാ? അസർ. അടുത്തത് സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങുമ്പോൾ, അതേതാണ്? ളുഹർ. ചുവന്ന ശോഭ മാഞ്ഞത് മുതൽ ഏതാണ്? ഇശാ, അല്ലേ? ഇവിടെ കണ്ടങ്ങള് മഗ്രിബിന്റെ സമയം
സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുവന്ന ശോഭ മായുന്നത് വരെ. അപ്പൊ ചുവന്ന ശോഭ മാഞ്ഞ എന്തായി? മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞു. എന്നിട്ട് നമ്മളോട് പറഞ്ഞെന്താ? ഇശാന്റെ സമയം എപ്പോഴാ? മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞത് മുതൽ. അപ്പൊ മഗ്‌രിബിന്റെ സമയം എപ്പോഴാ കഴിയുക? അത് നമുക്ക് ഓർമ്മ വേണം. ചുവന്ന ശോഭ മാഞ്ഞ. അപ്പൊ ഇവിടെ എങ്ങനെ വന്ന് ചുവന്ന ശോഭ മാഞ്ഞത്? കണ്ടോ? അപ്പൊ ചോദ്യം ഇങ്ങനെ വരും, ശ്രദ്ധിക്കണേ. ചുവന്ന ശോഭ മാഞ്ഞത് മുതൽ ഫജ്ർ സ്വാദിഖ് വരെ. അതേപോലെ ഇനി നമ്മളിവിടെ ലുഹുറിന്റെ സമയം പറഞ്ഞില്ലേ? ലുഹുറിന്റെ സമയം എന്താ? അലാസറിന്റെ സമയം ലുഹുറിന്റെ സമയം കഴിഞ്ഞത് മുതൽ. അപ്പോ ഇവിടെ എങ്ങനെ വരും? ലുഹുറിന്റെ സമയം എപ്പോഴാ കഴിയുക? ഒരു വസ്തുവിന്റെ നേൽ മധ്യാഹ്ന നേൽ ഒഴിച്ച് അതിന്റെ അത്ര ആകുന്നത് വരെ. അപ്പോൾ വസ്തുവിന്റെ നേൽ മധ്യാഹ്ന നേൽ കഴിച്ച് അതിന്റെ അത്ര ആയതുവരെ, അല്ല ആയതിനു ശേഷമുള്ള നിസ്കാരം ഏതാണ്? അസറാണ്. അപ്പൊ അത് ഓർത്തു വെക്കുക. അപ്പോൾ ഇതാണ് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത്. ഇനി നമ്മൾ 11ാമത്തെ ലാസ്റ്റ് പാഠം നോക്കുക, ഖിബിലക്ക് മുന്നിടൽ. ഇനി നോക്കുക, ഇവിടെ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകളും എന്ന് പറഞ്ഞാൽ ലോകത്തിന് എവിടെ നിന്ന് നിസ്കരിക്കുന്ന ആളുകളും നിസ്കരിക്കുമ്പോൾ ഒരേ കേന്ദ്രത്തിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. എല്ലാവരും ഒരേ ദിശയിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ആ കേന്ദ്രം മക്കയിലുള്ള കഅബയാണ്. ഇതിന് ഖിബില എന്ന് പറയുന്നു. അപ്പൊ ചോദ്യം, എന്തിനാണ് ഖിബില എന്ന് പറയുന്നത്? മക്കയിലുള്ള കഅബയാണ് ഖിബില. മക്കയിലുള്ള കഅബയാണ് ഖിബില. എല്ലാവരും നിസ്കാരത്തിന് അവിടേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇത് കണ്ടോ, ഇതാണ് കഅബ. ഇതിലേക്കാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്? തിരിഞ്ഞു നിൽക്കുന്നത്. കണ്ടില്ലേ? ഈ കഅബന്റെ ചുറ്റും ആളുകൾ കണ്ടോ? എല്ലാവരും ഇവിടേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്, കഅബയിലേക്ക്. ഇത് ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് എവിടേക്കാണ് തിരിയുന്നത്? നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് നിസ്കരിക്കുമ്പോഴും എങ്ങോട്ടാണ് തിരിയുന്നത്? ഈ കഅബയിലേക്കാണ് തിരിയുന്നത്. അപ്പൊ ലോകത്ത് എവിടെ നിസ്കരിക്കുകയാണെങ്കിലും ഇതിലേക്കാണ് തിരിയുന്നത്? കഅബയിലേക്ക്. അപ്പൊ ഇതിനാണ് ഖിബില എന്ന് പറയുന്നത്. ഇനി ഖിബിലക്ക് മുന്നിടുക എന്ന് പറഞ്ഞാൽ ഖിബിലക്ക് തിരിഞ്ഞു നിൽക്കുക. ഖിബിലക്ക് മുന്നിടൽ നിസ്കാരത്തിന്റെ എന്താണ്? ഷർത്താണ്. പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരും. നിസ്കാരത്തിന്റെ സുന്നത്താണ്, അല്ലെങ്കിൽ വാജിബാണ്, അല്ലെങ്കിൽ ഷർത്താണ്. നിങ്ങൾ ഷർത്താണെന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. നിസ്കാരത്തിന്റെ ഷർത്താണ്. അടുത്ത, ഖിബിലക്ക് മുന്നിടേണ്ട രൂപം നിർബന്ധമായും പഠിക്കുക. പരീക്ഷയ്ക്ക് വരും ഷുവർ. നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ടാണ് മുന്നിടുക. എന്താ നെഞ്ച് എന്ന് പറഞ്ഞാല്? ഹാർട്ട് അല്ലേ? നമ്മളെ ഹാർട്ട് ഉണ്ടാവില്ലേ? ആ ഭാഗം കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഖിബിലക്ക് മുന്നിടേണ്ടത്. ആര്? നിന്ന് നിസ്കരിക്കുന്ന ആളും ഇരുന്ന് നിസ്കരിക്കുന്ന ആളും ഖിബിലയിലേക്ക് തിരിയേണ്ടത് എന്തുകൊണ്ടാണ്? നെഞ്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? അവർ നിസ്കരിക്കുന്ന സമയത്ത് അവരുടെ ഹാർട്ട്, അവരുടെ നെഞ്ച് എവിടേക്കായിരിക്കണം? ഖിബിലയിലേക്കായിരിക്കണം. അടുത്തത്, ചെരിഞ്ഞ് കടന്ന ഒരാൾ നിസ്കരിക്കുകയാണ്. അവരെന്താ ചെയ്യേണ്ടത്? അവരുടെ നെഞ്ചും മുഖവും എന്തായിരിക്കണം? എവിടേക്കായിരിക്കണം? ഖിബിലയിലേക്ക് തിരിക്കണം. അപ്പോൾ ചെരിഞ്ഞ് കിടക്കുന്ന ആളുകൾക്ക് രണ്ട് സാധനം ഖിബിലയിലേക്ക് തിരിക്കണം. ഏതൊക്കെ? നെഞ്ചും മുഖവും. പക്ഷെ നിന്ന് നിസ്കരിക്കുന്ന ആള് അഥവാ മുഖം ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അയാളെ നിസ്കാരത്തിന് കുഴപ്പം സംഭവിക്കൂല. എന്തുകൊണ്ട്? അയാൾക്ക് നെഞ്ച് മാത്രം നിസ്കാരത്തിലേക്ക് തിരിച്ചാൽ മതി, മറ്റേത് എന്തില്ല? നിർബന്ധം ഇല്ല. അപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പോൾ തെറ്റ് തിരുത്താനോ അല്ലെങ്കിൽ തെറ്റോ ശരിയോ എഴുതാനൊക്കെ വരും. എന്ത്? നിന്ന് നിസ്കരിക്കുന്ന ആൾ മുഖം തിരിക്കുന്നു, നിന്ന് നിസ്കരിക്കുന്ന ആൾ കിബിലയെ തൊട്ട് മുഖം തിരിക്കുന്നു. നിസ്കാരം ബാത്തിലാകുമല്ലേ, അല്ലെങ്കിൽ നിസ്കാരം ശരിയാവുമല്ലേ, അല്ലെങ്കിൽ ശരിയോ തെറ്റോ അടയാളപ്പെടുത്തുക. അത് നിസ്കാരത്തിന് കുഴപ്പം സംഭവിക്കൂല, ശരി തന്നെയാണ്. എന്താ കാരണം? അയാൾ നെഞ്ച് തെറ്റിയിട്ടില്ലല്ലോ, അതാണ്. അടുത്ത്, മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവൻ മുഖം, കാലിന്റെ പള്ളകൾ എന്നിവ കൊണ്ടാണ് മുന്നിടേണ്ടത്. അപ്പൊ മലർന്ന് കിടന്ന ഒരാൾ നിസ്കരിക്കുന്നത്, അപ്പൊ അയാളുടെ കാലിന്റെ പള്ള എന്ന് പറഞ്ഞാൽ കാലിന്റെ അടിഭാഗം ഉണ്ടാവുമല്ലേ, ആ അടിഭാഗം എന്ത് ചെയ്യണം? കാലിന്റെ അടിഭാഗം കിബിലയിലേക്ക് തിരിയണം. പിന്നെ അയാളുടെ മുഖവും എന്ത് ചെയ്യണം? കിബിലയിലേക്ക് പോകണം. അപ്പൊ ഇവിടെ കിബിലാണെങ്കിൽ ഇയാളുടെ മുഖം ഇങ്ങോട്ട് വരണം, കാലിന്റെ പള്ളയും. ആര്? മലർന്ന് കടന്ന് നിസ്കരിക്കുന്നവര് കാലിന്റെ പള്ള എന്നുകൊണ്ടാണ് മുന്നിടേണ്ടത്. ഇപ്പൊ നമ്മൾ 3 ആളുകളെ കുറിച്ച് പഠിച്ചു. ഒന്ന്, നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവര്. നിന്നും ഇരുന്ന് നിസ്കരിക്കുന്നവര് നെഞ്ചുകൊണ്ട്. ചെരിഞ്ഞു കടന്ന് നിസ്കരിക്കുന്ന ആള് നെഞ്ചും മുഖവും. ഇനി മലർന്ന് കടന്ന് നിസ്കരിക്കുന്നവര് മുഖവും കാലിന്റെ പള്ളയും. ഇവിടെ മുഖം എന്നെങ്ങനെ എഴുതുക, കാലിന്റെ പള്ള എങ്ങനെ എഴുതുക പഠിക്കുക. അതുപോലെ നെഞ്ച് എങ്ങനെ എഴുതുന്ന പഠിക്കണം. നെഞ്ച് കണ്ടോ? നെഞ്ച് മുഖം. ഇനി നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് പോകാം. പിന്നെ നിൽക്കുന്നവൻ കിബിലക്ക് മുന്നിടേണ്ടത് എങ്ങനെ? എന്തുകൊണ്ടാണ്? നെഞ്ചുകൊണ്ടാണ് മുന്നിടേണ്ടത്. കിബില എന്നാൽ എന്ത്? മക്കയിലുള്ള കഅബയാണ് കിബില. യോജിപ്പിക്കാം. മുഖം, കാലിന്റെ പള്ളകൾ. ആർക്കാണ്? ഇത് വളരെ സിമ്പിളാണ് ഈ പാഠം അല്ലേ? മലർന്ന് കടന്ന് നിസ്കരിക്കുന്നവരാണ് മുഖവും കാലിന്റെ പള്ളയും. നെഞ്ച് ആർക്കാണ്? നിന്നും ഇരുന്നും നിസ്കരിക്കുന്ന ആൾക്ക്. നെഞ്ചും മുഖവും ആർക്കാണ്? ചെരിഞ്ഞു കടന്ന് നിസ്കരിക്കുന്ന ആൾക്ക്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു